ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു യാത്ര കൂടി പോവാണ്. ഒരു 2 ദിവസം നമ്മുടെ ട്രിപ്പാണ്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ സസ്പെൻസാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ? റെഡി? ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ദേശം ശ്രീദത്ത ആഞ്ജനേയ ക്ഷേത്രത്തിലേക്കാണ്. ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ചിലർക്ക് പുതിയ അറിവായിരിക്കും. എന്നാലും ഞാനിവിടെ ആലുവ വന്നതിന് ശേഷമാണ് ഈ അമ്പലത്തിനെക്കുറിച്ച് അറിഞ്ഞത്. ഇതാണ് അമ്പലം. ഇത് ഹനുമാൻ സ്വാമിയുടെ അമ്പലമാണ്. ഇത് ഇന്ന് ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. മറ്റ് അമ്പലങ്ങളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. നമുക്കത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയർ ആയാലും അതിനകത്തായാലും ഒക്കെ നല്ല അടിപൊളി, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ നല്ല സമാധാനമുള്ളൊരു സ്ഥലമാണ്. ഈ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നാളികേരം കെട്ടൽ ചടങ്ങാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നാളികേരം ഇവിടുന്ന് തന്നെ തരും. ഇങ്ങനെ കുറേ നാളികേരം എല്ലാം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ രസീത് എഴുതി നമുക്ക് ഇങ്ങനെ കുറേ തേങ്ങകൾ അവിടെ ഉണ്ട്. അവിടെ നിന്ന് അതിനകത്തുനിന്ന് ഒരു നാളികേരം സെലക്ട് ചെയ്ത് നമുക്കതിനകത്ത് ഇങ്ങനെ ഒരു നമ്പർ തരും. അതുകൂടെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ തന്നെ 2 പ്രതിഷ്ഠയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി. കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാളികേരം കൊടുക്കുന്നത്. ശരിക്കും ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെറ്റിലമാലയും ബാക്കി നമുക്ക് ഭഗവാന് സമർപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഒപ്പം തന്നെ ഇവിടെ അന്നദാനത്തിന് പ്രത്യേക ഹാളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കഞ്ഞി പയറൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് കുടിക്കാം. അപ്പോൾ ഞാനും അമ്മയും വെറ്റിലമാല, അതുപോലെ തന്നെ താമരമുട്ട്, കറുകമാല എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പ്രസാദം എല്ലാം കിട്ടി. അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ തൊട്ടടുത്ത് തന്നെ വേറെ പ്രധാനപ്പെട്ടൊരു സ്ഥലമുണ്ട്. ഇത് ഹനുമാൻ സ്വാമിയുടെ തന്നെ ഒരു ഗുഹാ ക്ഷേത്രമാണ്. നമ്മൾ അതിനുള്ളിലേക്ക് അകത്തേക്ക് താഴെ ഒരുപാട് ഇറങ്ങി ചെല്ലണം, അപ്പോഴാണ് ആ ക്ഷേത്രം. പാതാള പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രമാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതിന് ചുറ്റും തന്നെ ഇങ്ങനെ ഒരുപാട് ഗാർഡൻ ഏരിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കണം. അങ്ങനെ ഞങ്ങൾ അങ്കമാലിയുള്ള ഓപ്ഷൻസിലൊന്ന് കയറി. അവിടെയും ഒരുപാട് ഓഫേഴ്സും കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടുന്ന കുറേ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി യാത്ര തുടർന്നു. നേരെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വലിയ ട്രാഫിക്കൊന്നുമില്ല, മഴയില്ല, അതുകൊണ്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് നല്ല അടിച്ച് പൊളിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിലാണ്. ഗുരുവായൂർ അമ്പലത്തിന് അടുത്ത് തന്നെ നമ്മൾ റൂംസും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ഡേയ്സ് നമ്മളിനി ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്, 2:30 സമയം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റൂം എടുത്തത് വെസ്റ്റ് നടയിലെ രാജവത്സവത്തിലാണ്. നമ്മൾ മിക്കവാറും റൂം എടുക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അതിനുശേഷം നേരെ റൂമിലേക്ക് വന്നു. റൂം നല്ല അടിപൊളി റൂമായിരുന്നു. നമുക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു റൂമായിരുന്നു. അപ്പോൾ ഗൈസ്, സമയം 5 മണിയായി. നമ്മൾ റൂമിൽ വന്ന് ഫ്രഷായി റെഡിയായി ഇനി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഫൈനലി നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ പോയി ഗുരുവായൂരപ്പന് ഓടക്കുഴലും തുളസിയും താമരയും ഒക്കെ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുല്ലപ്പൂടെ വാങ്ങിച്ചു. ഞാനും അമ്മയും കൂടെ സുന്ദരികളായി. അതിനുശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയി ഗുരുവായൂരപ്പന് അത് സമർപ്പിച്ചു. അപ്പോഴേക്കും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു മഴ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.